ക്രിയേഷൻ. അപ്പോൾ ദേ നല്ലൊരു അടിപൊളി പൈനാപ്പിൾ കേക്കിൻ്റെ റെസിപ്പി ആയിട്ട് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ദേ അതിനുവേണ്ടി നമ്മൾ ആദ്യമായിട്ട് പൈനാപ്പിൾ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ അത്യാവശ്യം മധുരം കുറഞ്ഞ പൈനാപ്പിൾ ആയത് കാരണം കേട്ടോ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഒന്ന് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു 5-6 മണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. മധുരമുള്ള പൈനാപ്പിൾ ആണെന്നുണ്ടെങ്കിൽ പഞ്ചസാരയുടെ ആവശ്യമില്ല കേട്ടോ, മധുരം കുറഞ്ഞത് കാരണമാണ്. ഇനി നമ്മളത് ഒരു പാനിലോട്ട് നമ്മൾ 1.5 കപ്പ് മൈദ വെച്ചിട്ടാണ് കേക്ക് ചെയ്തെടുക്കുന്നത്, 3 മുട്ടയും വെച്ചിട്ട്. അപ്പോൾ 1/2 കപ്പ് പഞ്ചസാര ഒന്ന് കാരമലാക്കി എടുക്കണം. ഒന്ന് പഞ്ചസാര നന്നായിട്ട് ലോ ഫ്ലെയിമിലിട്ട് നമുക്കൊന്ന് മെൽറ്റാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ ഈ കാരമലിന് കളറൊന്നും അധികം മാറിക്കിട്ടുണ്ട്, പക്ഷേ ജസ്റ്റ് ഒന്ന് പഞ്ചസാരക്ക് നലിഞ്ഞ് വന്നാൽ മതി. ഇനി നമുക്ക് അതിലോട്ട് നമ്മുടെ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് 1/2 കപ്പ് പഞ്ചസാരയിലോട്ട് ഞാൻ 1 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്ത് നമ്മൾ കട്ടായത് അത് കുഴപ്പമില്ല, നമ്മൾ നന്നായിട്ടൊന്ന് ചൂടാക്കി ഇളക്കിയിട്ട് നമുക്കത് അരിഞ്ഞ് കിട്ടും. ഇനി നമ്മൾ നേരത്തെ പഞ്ചസാരയിൽ ഇട്ട് വെച്ച് പൈനാപ്പിൾ കുറച്ച് വെള്ളമൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടാവും. ആ വെള്ളത്തോടു കൂടി തന്നെ നമ്മുടെ ഈ കാരമലിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ തിളപ്പിച്ച് നമ്മുടെ ഈ വെള്ളം ഒന്ന് നമുക്ക് 1 കപ്പ് ഒഴിച്ചത് 1/2 കപ്പ് ആവുന്ന വിധം ഒന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ ഇനി ഇത് ഇപ്പം പൈനാപ്പിളോട് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഈ പഞ്ചസാര ഒന്ന് തണുത്ത് കഴിഞ്ഞാൽ ഒന്നും കൂടെ ഒന്ന് കുറുകി കിട്ടും. ഇനി 3 മുട്ട എടുത്തിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ വനില എസൻസ് 1 ടീസ്പൂണ്, പിന്നെ പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് 1/4 ടീസ്പൂൺ. അപ്പം വനില എസൻസിന് അതിലേക്ക് നമുക്ക് പൈനാപ്പിൾ എസൻസ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുന്നതായിട്ട് നല്ലത്, പൈനാപ്പിൾ കേക്ക് ആകുന്നത് കാരണം. ഇനി വനില എസൻസ് ആയാലും കുഴപ്പമൊന്നുമില്ല. ഇനി അതിലോട്ട് നമ്മൾ 1 കപ്പ് പഞ്ചസാര, അപ്പോൾ ഈ 1 കപ്പിൽ 2 ടേബിൾ സ്പൂൺ നമ്മൾ നേരത്തെ പൈനാപ്പിളിലോട്ട് ചേർത്തിട്ട് പിന്നെ 1/2 കപ്പ് കാരമൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 1/4 കപ്പ് പഞ്ചസാര കൂടെ ചേർത്തിട്ട് നമുക്ക് ഈ മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലോട്ട് 1/2 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മളതിലോട്ടുള്ള മാവ് എടുത്തിട്ടുള്ള 1.5 കപ്പ് മൈദ, 1.5 ടേബിൾ സ്പൂണ് ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂണ് ബേക്കിംഗ് സോഡയും കൂടെ എടുത്തിട്ടുള്ള മിക്സാണ്. നന്നായിട്ട് 3-4 തവണ അരിച്ച് വെച്ചാൽ അത് കുറേശ്ശെ ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ കാരമൽ ചെയ്തെടുത്ത നമ്മുടെ പൈനാപ്പിളും കൂടെ ഇതിലോട്ട് കുറേശ്ശെ ആയിട്ട് ചേർത്ത് കൊടുത്തിട്ട് വേണം മൈദ മിക്സ് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാൻ. അപ്പോൾ നമ്മൾ ഈ കാരമലിട്ട് നമ്മുടെ പൈനാപ്പിൾ നന്നായിട്ട് തന്നെ വേവിച്ചെടുക്കുന്നത് കാരണം നമ്മുടെ ഈ പൈനാപ്പിളിൻ്റെ പീസസ് നമ്മുടെ കേക്കിൻ്റെ അടിയിൽ പോയി താഴ്ന്നു കിടക്കാതെ എല്ലായിടത്തും ഒരേപോലെ തന്നെ ഈക്വലായിട്ടുണ്ടാവും. നമുക്ക് ഓരോ പീസ് കഴിക്കുമ്പോൾ അതിന് എല്ലായിടത്തും നമ്മുടെ പൈനാപ്പിളിൻ്റെ പീസ് കടിക്കാൻ കിട്ടും. അപ്പം നമ്മുടെ പ്ലം കേക്ക് ചെയ്തെടുക്കുന്ന പോലെ തന്നെ ലൂസായിട്ടുള്ള ബാറ്റർ, നല്ല തിക്കായിട്ടുള്ള ബാറ്ററായിട്ടാണ് ചെയ്തെടുക്കുന്നത് കേട്ടോ. നമ്മൾ നേരത്തെ ബട്ടർ പേപ്പറൊക്കെ ചെയ്ത് വെച്ച ട്രേയിലോട്ട് വെച്ച് കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക, അതിന് ശേഷം നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി നേരത്തെ നമ്മൾ 10 മിനിറ്റ് ഒന്ന് ചൂടാക്കിയ ചെമ്പിലൂടെ നമ്മളിപ്പോൾ അത് ഗ്യാസിലാട്ടോ ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒരു 10 മിനിറ്റ് നന്നായിട്ട് ചൂടാക്കിയ ചെമ്പിലോട്ട് നമ്മുടെ പൈനാപ്പിൾ കേക്കിൻ്റെ ബാറ്റർ ഒന്ന് വെച്ച് കൊടുക്കുക. ഇനി നമുക്കിത് കറക്റ്റായിട്ട് ടൈം വന്നത് 1 മണിക്കൂറാട്ടോ. 1 മണിക്കൂർ നേരം കൊണ്ടാണ് നമ്മുടെ കേക്ക് നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുള്ളത്. അതിനിടയ്ക്ക് ഞാനൊരു 3/4 മണിക്കൂറായപ്പോൾ ഒന്ന് തുറന്ന് നോക്കി, അപ്പോൾ ഒന്നും കൂടെ വേവുണ്ടായിരുന്നു. അപ്പോൾ ഇത് 1 മണിക്കൂറായപ്പോൾ കറക്റ്റ് നല്ല ഭാഗമായി നമ്മുടെ നല്ല ടെക്സ്ചറിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കാട്ടോ, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമാണെന്ന് വെച്ചാൽ ലൈക്ക് ചെയ്യുക, ചാനൽ ആദ്യമായിട്ട് കാണാൻ വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യുക.